കേരളം കാത്തിരുന്ന ആ നിമിഷം എത്തിയിരിക്കുകയാണ്. ഇത്തവണത്തെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ആര് വിജയിക്കും? പ്രവചനാതീതമായ പോരാട്ടമാണ് നടക്കുന്നത് എന്ന് മാധ്യമങ്ങൾ കൊട്ടിഘോഷിക്കുന്നുണ്ടെങ്കിലും ഞങ്ങൾ നേരത്തെ തന്നെ ഒരു കാര്യം ഉറപ്പിച്ചു പറഞ്ഞിരുന്നു: ഇത്തവണ UDF കൃത്യമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വരുമെന്ന്. ഞങ്ങളുടെ കണ്ടെത്തലുകൾ ശരിവെക്കുന്ന തരത്തിലുള്ള ഏറ്റവും പുതിയ എക്സിറ്റ് പോൾ ഫലങ്ങളാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞങ്ങൾ പുറത്തുവിടുന്നത്. ഈ തിരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്താണെന്ന് ചോദിച്ചാൽ അത് ഇടതു കോട്ടകളിൽ ഉണ്ടായ വിള്ളലുകൾ തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃസ്ഥാനത്ത് നിൽക്കുന്നു എന്നത് തന്നെയാണ് ഇത്തവണ LDFന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടി. ഇത് കേവലം ഒരു ഇടതുവിരുദ്ധ തരംഗമോ CPM വിരുദ്ധ തരംഗമോ അല്ല, മറിച്ച് കൃത്യമായ ഒരു പിണറായി വിരുദ്ധ തരംഗം കേരളത്തിൽ ആഞ്ഞടിക്കുന്നു എന്നാണ് ഞങ്ങളുടെ എക്സിറ്റ് പോൾ സൂചിപ്പിക്കുന്നത്. ജനങ്ങളുടെ മനസ്സിലുള്ള ഈ വികാരം വോട്ടെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. CPMന് ഇത്തവണ തിരിച്ചടിയായത് പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം. സർക്കാരിനും മുഖ്യമന്ത്രിക്കുമെതിരെ ന്യൂനപക്ഷ വോട്ടുകൾ ഒറ്റക്കെട്ടായി നീങ്ങി. മലബാറിൽ മുസ്ലിം വോട്ട് ബാങ്കുകൾ UDFന് പിന്നിൽ അണിനിരന്നപ്പോൾ മധ്യ തിരുവിതാംകൂറിലെ ക്രിസ്ത്യൻ വോട്ട് ബാങ്കുകളും ഇതേ പാത പിന്തുടർന്നു. മുഖ്യമന്ത്രിയോടുള്ള കടുത്ത എതിർപ്പ് തന്നെയാണ് ഇതിന് പിന്നിലെ പ്രധാന കാരണം. രണ്ട്, ഈഴവ വോട്ടുകളിലെ ചോർച്ച. CPMന്റെ ഉറച്ച വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിൽ നിന്നും BJPയിലേക്ക് വോട്ടുകൾ ഒഴുകുന്നുണ്ട്. 2021 ഈ ചോർച്ച ഉണ്ടായിരുന്നെങ്കിലും മുസ്ലിം വോട്ടുകളുടെ പിന്തുണ കൊണ്ട് അന്ന് ഇടതുമുന്നണി രക്ഷപ്പെട്ടു. എന്നാൽ ഇത്തവണ കാര്യങ്ങൾ മാറിമറിഞ്ഞു. 2024 പാർലമെന്റ് തിരഞ്ഞെടുപ്പിലും 2025 തദ്ദേശ തിരഞ്ഞെടുപ്പിലും കണ്ട തിരിച്ചടി ഇത്തവണയും ആവർത്തിക്കുകയാണ്. ഇനി UDFന്റെ കാര്യം നോക്കിയാൽ ചില ജില്ലകളിൽ അവർക്ക് പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയാത്തത് അവരുടെ പ്രകടനം മോശമായതുകൊണ്ടല്ല, മറിച്ച് കോൺഗ്രസിന്റെ സംഘടനാ സംവിധാനത്തിലെ പോരായ്മകൾ കാരണമാണ്. പ്രധാനമായും 3 ജില്ലകളിലാണ് ഈ പ്രശ്നം ഞങ്ങൾ കാണുന്നത്: പാലക്കാട്, തൃശൂർ, പിന്നെ തിരുവനന്തപുരം. തൃശൂരിൽ ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം UDFനെ തുണയ്ക്കുന്നുണ്ടെങ്കിലും പാലക്കാടും തിരുവനന്തപുരത്തും ദുർബലമായ സംഘടനാ രീതി കോൺഗ്രസിന് വലിയ തിരിച്ചടിയാകുന്നുണ്ട്. ഈ 2 ജില്ലകളിലും വലിയ പരിക്കേൽക്കാതെ പിടിച്ചു നിൽക്കാൻ ഇടതുമുന്നണിക്ക് സാധിച്ചിട്ടുണ്ട്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ വോട്ട് വിഹിതത്തിൽ വലിയ മുന്നേറ്റം നടത്തുന്നുണ്ട്. പല മണ്ഡലങ്ങളിലും മിന്നുന്ന പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാലും സീറ്റുകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അവരുടേത് 2 സീറ്റുകളിൽ ഒതുങ്ങാനാണ് സാധ്യത. ഈ 2 സീറ്റുകളും തിരുവനന്തപുരം ജില്ലയിലാണെന്നതാണ് ശ്രദ്ധേയമായ മറ്റൊരു കണ്ടെത്തൽ. ഇനി നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കാം. UDF, LDF, NDA മുന്നണികൾ ഓരോ ജില്ലയിലും എത്ര സീറ്റുകൾ നേടും? ഈ സീറ്റുകളെ 4ആയി തിരിച്ചിട്ടുണ്ട്. UDFന് ഉറപ്പുള്ള സീറ്റുകൾ, LDFന് ഉറപ്പുള്ള സീറ്റുകൾ, NDAക്ക് ഉറപ്പുള്ള സീറ്റുകൾ, പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന സീറ്റുകൾ എന്നിവ. ഇനി ഓരോ ജില്ലയിലും മുന്നണികൾ എത്ര സീറ്റുകൾ നേടും എന്ന് നോക്കാം. 1, കാസർഗോഡ് ജില്ല. ആകെയുള്ള 5 സീറ്റുകളിൽ 2 എണ്ണം UDF ഉറപ്പിക്കുമ്പോൾ 1 എണ്ണം LDF ഉറപ്പിക്കുന്നുണ്ട്. 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. ഈ 2 സീറ്റുകളിലും മത്സരം നടക്കുന്നത് UDFും LDFും തമ്മിലാണ്. 2, കണ്ണൂർ ജില്ല. ആകെയുള്ള 11 സീറ്റുകളിൽ 6 കൃത്യമായ മേൽക്കോയ്മ നേടുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. UDFന് 6 സീറ്റ് ലഭിക്കുമ്പോൾ LDFന് 5 സീറ്റുകളാണ് ലഭിക്കുന്നത്. 3, കോഴിക്കോട് ജില്ല. ഇവിടെയാണ് UDFന്റെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ കഴിയുന്നത്. കോൺഗ്രസിന് ഒരു പതിറ്റാണ്ട് കാലമായി ഒരു MLAയെ പോലും വിജയിപ്പിക്കുവാൻ കഴിയാത്ത ജില്ലയായ കോഴിക്കോട് സ്വപ്നതുല്യമായ ഒരു തിരിച്ചുവരവാണ് UDF നടത്തുന്നത്. 13 സീറ്റുകളിൽ 8 UDF വിജയമുറപ്പിക്കുമ്പോൾ 5 ഇടതുമുന്നണി ചുരുങ്ങുകയും ചെയ്യും. 4, വയനാട് ജില്ല. ആകെയുള്ള 3 സീറ്റുകളിലും UDFന് കൃത്യമായ ഒരു ആധിപത്യം ഉറപ്പിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. LDFന് ഇവിടെ ഒരു സീറ്റ് പോലും ലഭിക്കുന്നില്ല. 5, മലപ്പുറം ജില്ല. കേരളത്തിൽ ഏറ്റവും കൂടുതൽ മണ്ഡലങ്ങളുള്ള ജില്ലയാണിത്. മുസ്ലിം ലീഗിന്റെ ഏറ്റവും കരുത്തുറ്റ കോട്ടയായ ഇവിടെ ന്യൂനപക്ഷ ഏകീകരണം പൂർണ്ണമായും UDFന് അനുകൂലമാകുന്ന സാഹചര്യത്തിൽ ആകെയുള്ള 16 സീറ്റുകളിൽ 15 വിജയം ഉറപ്പിക്കുവാൻ UDFന് സാധിച്ചിട്ടുണ്ട്. LDFന് ഒരിടത്തും വിജയം ഉറപ്പില്ല. പൊന്നാനിയിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. 6, പാലക്കാട് ജില്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ UDFന്റെ ദുർബലമായ സംഘടനാ സംവിധാനം ഇവിടെ ഇടതുമുന്നണിക്ക് അനുഗ്രഹമായി മാറുകയാണ്.
BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് വിജയിക്കുമെന്ന് കരുതുന്നില്ല. ആകെയുള്ള 11 സീറ്റുകളിൽ 4 UDF വിജയമുറപ്പിക്കുമ്പോൾ ഇടതുമുന്നണിക്ക് 7 സീറ്റുകളിലാണ് വിജയം ഉറപ്പിക്കുവാൻ സാധിക്കുന്നത്. ഒരു സീറ്റിൽ പ്രവചനാതീതമായ പോരാട്ടമാണ് നടക്കുന്നത്. 7 തൃശൂർ ജില്ല. സമാനമായ സ്ഥിതിവിശേഷമാണ് ഇവിടെയും. ആകെയുള്ള 13 സീറ്റുകളിൽ UDFന് 4 സീറ്റുകളിൽ മേധാവിത്വമുണ്ട്. 2016ലും 2021ലും അവർക്ക് ഓരോ സീറ്റ് മാത്രമാണ് ലഭിച്ചിരുന്നത് എന്നതിനാൽ ഇത് വലിയ മുന്നേറ്റമാണ്. LDF 6 സീറ്റുകളിൽ വിജയമുറപ്പിക്കുമ്പോൾ 3 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ് നടക്കുന്നത്. 8 എറണാകുളം ജില്ല. കോൺഗ്രസിന്റെ കരുത്തുറ്റ കേന്ദ്രമായ എറണാകുളത്ത് 14 സീറ്റുകളിൽ 12 UDF വിജയമുറപ്പാക്കുമ്പോൾ ഇടതുമുന്നണിക്ക് ഒരിടത്തും വിജയം ഉറപ്പില്ല. ബാക്കി 2 സീറ്റുകളിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. 9 ഇടുക്കി ജില്ല. 2021ൽ കനത്ത തിരിച്ചടി നേരിട്ട ഇവിടെ UDF വലിയ തിരിച്ചുവരവ് നടത്തുന്നു. ആകെയുള്ള 5 സീറ്റുകളിൽ 3 UDF വിജയമുറപ്പിക്കുമ്പോൾ ഒരിടത്ത് മാത്രമാണ് LDFന് ഉറപ്പുള്ളത്. മന്ത്രി റോഷി അഗസ്റ്റിൻ പരാജയപ്പെട്ടേക്കാമെന്നും സർവേ സൂചിപ്പിക്കുന്നു. ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ്. 10 കോട്ടയം ജില്ല. ഇവിടെയും UDF വലിയ തിരിച്ചുവരവ് നടത്തുന്നു. മാണി ഗ്രൂപ്പിന് ഇത് തിരിച്ചടിയാകും. 9 സീറ്റുകളിൽ 6 UDFും 2 LDFും വിജയം ഉറപ്പിക്കുന്നു. ഒരു സീറ്റിൽ പ്രവചനാതീതമായ മത്സരമാണ്. 11 പത്തനംതിട്ട ജില്ല. 2021ൽ UDFന് സീറ്റൊന്നും ലഭിക്കാതിരുന്ന ഇവിടെ 5ൽ 3 അവർ വിജയം ഉറപ്പിക്കുന്നു. കോന്നിയിൽ LDF ഉറപ്പിക്കുമ്പോൾ റാന്നിയിൽ ഇഞ്ചോടിഞ്ച് മത്സരമാണ്. ആറന്മുള, തിരുവല്ല, അടൂർ സീറ്റുകളിൽ UDFന് മേൽക്കൈയുണ്ട്. 12 ആലപ്പുഴ ജില്ല. സ്വപ്നതുല്യമായ തിരിച്ചുവരവാണ് UDF ഇവിടെയും നടത്തുന്നത്. ആകെയുള്ള 9 സീറ്റുകളിൽ 5 UDF ഉറപ്പിക്കുന്നു. LDFന് 3 സീറ്റുകളാണ് ഉള്ളത്. G സുധാകരൻ ഫാക്ടർ UDFന് വലിയ ഗുണം ചെയ്തുവെന്ന് സർവേ വിലയിരുത്തുന്നു. ഒരു സീറ്റിൽ കടുത്ത മത്സരമാണ്. 13 കൊല്ലം ജില്ല. 11 സീറ്റുകളിൽ 7 UDF വിജയമുറപ്പിക്കുന്നു. ഇടതുമുന്നണി 2 വിജയമുറപ്പിക്കുമ്പോൾ മറ്റു 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ്. 14 തിരുവനന്തപുരം ജില്ല. ഇവിടെ LDF വിരുദ്ധ തരംഗം ഉണ്ടെങ്കിലും UDFന്റെ ദുർബലമായ സംഘടനാ സംവിധാനം അവർക്ക് തിരിച്ചടിയാകുന്നു. UDF 3 സീറ്റുകളിൽ വിജയമുറപ്പിക്കുന്നു. BJPക്ക് അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്ന 2 സീറ്റുകളും, അതായത് നേമം, കഴക്കൂട്ടം എന്നീ സീറ്റുകൾ ഈ ജില്ലയിലാണ്. 7 സീറ്റുകളിൽ ഇടതുമുന്നണി ആധിപത്യം ഉറപ്പിക്കുമ്പോൾ 2 സീറ്റുകളിൽ പ്രവചനാതീതമായ മത്സരമാണ്. ഞങ്ങളുടെ എക്സിറ്റ് പോൾ സർവേയുടെ വിലയിരുത്തൽ അനുസരിച്ച് UDF 81 മുതൽ 98 സീറ്റുകൾ വരെ നേടുവാൻ സാധ്യതയുണ്ട്. LDF 40 മുതൽ 57 സീറ്റുകൾ വരെ ലഭിച്ചേക്കാം. NDA 2 സീറ്റുകളിൽ വിജയം ഉറപ്പിച്ചേക്കാം. 17 സീറ്റുകളിൽ LDFും UDFും തമ്മിൽ കടുത്ത മത്സരമാണ് നടക്കുന്നത്. ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. കേരളം ഒരു രാഷ്ട്രീയ മാറ്റത്തിനായി ആഗ്രഹിക്കുന്നു. ഭരണവിരുദ്ധ തരംഗത്തിനപ്പുറം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തോടുള്ള ജനങ്ങളുടെ വിയോജിപ്പും ന്യൂനപക്ഷ ഭൂരിപക്ഷ വോട്ട് ബാങ്കുകളിലെ വലിയ മാറ്റങ്ങളുമാണ് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിനെ നിർണ്ണയിക്കുന്നത്. ഞങ്ങളുടെ എക്സിറ്റ് പോൾ പ്രകാരം UDF വ്യക്തമായ ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ തിരിച്ചെത്താനുള്ള സാധ്യതകളാണ് കാണുന്നത്. 81 മുതൽ 98 സീറ്റുകൾ വരെ നേടിക്കൊണ്ട് ഒരു ശക്തമായ ഭരണത്തിലേക്ക് അവർ നീങ്ങുമ്പോൾ ഇടതുമുന്നണിക്ക് തങ്ങളുടെ കോട്ടകൾ പലതും കൈവിടേണ്ടി വരുന്നു എന്നത് ഈ തിരഞ്ഞെടുപ്പിലെ ഏറ്റവും വലിയ സത്യമായി മാറും. എങ്കിലും പ്രവചനാതീതമായ പോരാട്ടം നടക്കുന്ന ആ 17 സീറ്റുകളിലെ ഫലം കൂടി പുറത്തു വരുമ്പോൾ നിലവിലെ ചിത്രത്തിൽ ചെറിയ മാറ്റങ്ങൾ സംഭവിച്ചേക്കാം. എന്തായാലും ജനം വിധി എഴുതി കഴിഞ്ഞു. ഇനി ഔദ്യോഗിക ഫലങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. ഈ പ്രവചനങ്ങളോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ രാഷ്ട്രീയ വിശകലന വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.